الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد والرسل بالمحرم أرسلهم إلى الملوك فاعلم وأهدي الثانية القبطية فيه وفي الثامنة السرية لمقتد سارت وفي الصيام قد كان فتح البلد الحرام. بسم الله الرحمن الرحيم. الحمد لله وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന അൽ-ഉർജൂസത്തുൽ മിഇയിൽ നമ്മളിപ്പോൾ കേട്ട വരികൾ ഇങ്ങനെയാണ്: വറുസുല ഫിൽ മുഹറമി അൽ മുഹറമി അർസലഹും ഇലൽ മുലൂക്കി ഫഅലമി. മുഹറം മാസത്തിൽ അഥവാ ഹിജറ 7ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാരെ അയക്കുകയുണ്ടായി. ഇലൽ മുലൂക്കി, രാജാക്കന്മാരുടെ അരികിലേക്ക്. ഹുദൈബിയ സന്ധിക്ക് ശേഷം സമാധാനം നിലനിൽക്കുകയും യുദ്ധഭീഷണികൾ പൊതുവെ ഒഴിവാകുകയും ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാരിലേക്ക്, അക്കാലത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ അരികിലേക്ക് ദൂതന്മാരെ ഇസ്ലാമിന്റെ സന്ദേശവുമായി നിയോഗിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതിനെ കുറിച്ചുള്ള ഹദീസുകൾ നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: أن رسول الله صلى الله عليه وسلم كتب إلى كسرى وإلى قيصر وإلى النجاشي وإلى كل جبار يدعوهم إلى الله تعالى. رسول الله صلى الله عليه وسلم കിസ്റയുടെ, കൈസറിന്റെ, നജ്ജാഷിയുടെ മറ്റുള്ള അക്കാലത്തെ ഭരണാധികാരികളുടെ അരികിലേക്കെല്ലാം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുത്തുകൾ എഴുതുകയുണ്ടായി. കൈസർ നസ്രാനികളുടെ ഭരണാധികാരിയാണ്. സീസർ ആണ് കൈസർ. കിസ്റ പേർഷ്യക്കാരുടെ ഭരണാധികാരികൾക്കാണ് കിസ്റ എന്ന് പറയുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ അത് ഏതെങ്കിലും ഒരാളുടെ പേരല്ല, മറിച്ച് ഒരു കിസ്റ പോയാൽ അടുത്ത കിസ്റ, അത് സ്ഥാനപ്പേരാണ്. അതുപോലെ തന്നെയാണ് കൈസർ, സീസർ. അത് ഒരാളല്ല, മറിച്ച് അടുത്ത ആളും അത് തന്നെയാണ്. ആ ഭരണത്തിൽ വരുന്നവരുടെ പേരാണ്. നജ്ജാഷിയും അതെ. നജ്ജാഷി എന്നത് കേവലം ഒരാളുടെ പേരല്ല, മറിച്ച് മാറി മാറി വരുന്ന അബ്സീനയിലെ ഭരണാധികാരികളൊക്കെ നജ്ജാഷികളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരിലേക്കെല്ലാം എഴുത്തുകൾ എഴുതി ദൂതന്മാരുടെ കൈവശം അയക്കുകയുണ്ടായി. فلما أراد رسول الله صلى الله عليه وسلم أن يكتب إلى الملوك والأمراء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരിലേക്കൊക്കെ എഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ ആളുകൾ നബിയോട് പറഞ്ഞു: ഇന്നഹും ലാ യഖ്ബലൂന കിതാബൻ ഇല്ലാ വഅലൈഹി ഖാതം. അവർ എഴുത്ത് സ്വീകരിക്കണമെങ്കിൽ അതിൽ ഖാതം വേണം. ഖാതം എന്നാൽ അതിൽ സീൽ വെക്കണം. സീൽ പതിച്ചാൽ മാത്രമേ അവർ, ആ ഭരണാധികാരികൾ, കത്ത് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സീൽ പതിപ്പിക്കാനുള്ള മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി ധരിക്കുന്നത്. ഫത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ മിൻ ഫദ്ദ. വെള്ളിയുടെ ഒരു മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കുകയുണ്ടായി. നഖ്ഷുഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മോതിരത്തിൽ കൊത്തിവെച്ചത് എന്തായിരുന്നു? മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നായിരുന്നു. ഓരോന്നും ഓരോ വരികളിലായിട്ടാണ്. മുഹമ്മദ് ഒരു വരിയിൽ, റസൂൽ ഒരു വരിയിൽ, അള്ളാഹ് എന്നത് ഒരു വരി. ഇങ്ങനെ 3 വരികളിലായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ
മോതിരം ഉണ്ടായത്. ആ മോതിരം എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത്? അത് ശീലമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മോതിരം ധരിക്കുന്നത് സുന്നത്താണ് എന്ന് പറയാവതല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ആവശ്യമുണ്ടായപ്പോഴാണ് അത് ധരിച്ചത്. അതല്ലാതെ തഅബ്ബുദൻ അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന നിലക്ക് അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇടത് കൈയിൽ ധരിച്ചിരുന്നു എന്ന് ചില ഹദീസുകൾ കാണാം, വലത് കൈയിൽ ധരിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. രണ്ടും സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് അങ്ങനെ മോതിരം വേണമെങ്കിൽ, വെള്ളിയുടെ മോതിരം പുരുഷന് വേണമെങ്കിൽ ധരിക്കാം. സ്വർണത്തിന്റെ മോതിരം ധരിക്കാൻ പാടില്ല. വെള്ളിയുടെ മോതിരം ധരിക്കാം, അനുവദനീയമാണ്. വലത് കൈയിലോ ഇടത് കൈയിലോ ധരിക്കാം. ഏത് കൈയിൽ ധരിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈയിൽ ധരിച്ചു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇടത് കൈയിൽ ധരിച്ചു എന്നും വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ മോതിരം കൊണ്ട് മുദ്ര വെച്ച കത്തുകളാണ് പിന്നീട് അയച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മോതിരം അവിടുത്തെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. അബൂബക്കറിന് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിൽ പിന്നീട് ഒരിക്കൽ അരീസ് എന്നു പേരുള്ള ഒരു കിണറിന്റെ വക്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിൽക്കവേ അദ്ദേഹം വിരൽ ചലിപ്പിച്ച സമയത്ത്, ആ മോതിരം ഇളക്കിയ സമയത്ത് അത് ആ കിണറ്റിലേക്ക് വീണുപോയി. 3 ദിവസം അതിനുവേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളുകളെ കൂട്ടി പരതി നോക്കിയെന്നാൽ പക്ഷെ കിട്ടിയില്ല. അങ്ങനെയാണ് ആ മോതിരം നഷ്ടപ്പെടുകയുണ്ടായി. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഈ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിനു വേണ്ടി ആ ഇത്രയും വലിയ അധ്വാനം യഥാർത്ഥത്തിൽ സാധാരണ നിലക്ക് ചെലവഴിക്കുന്നത് ശരിയല്ല. പക്ഷെ ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച മോതിരമാണ്. അതിന് കേവലം ഒരു വെള്ളിയുടെ വിലയല്ല ഉള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച. അതുകൊണ്ടാണ് അത്രയും അത് കണ്ടെടുക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു മെനക്കെട്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ ഭരണാധികാരികൾക്കാണ് കത്തെഴുതിയത്? അതിൽ പ്രധാനികൾ ഇനി പറയുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി കത്ത് അയച്ച പ്രധാനികൾ ഇനി പറയുന്ന രാജാക്കന്മാരാണ്. ഒന്ന് നജ്ജാശിയാണ്, അസ്ഹമ നജ്ജാശി. നജ്ജാശി നമുക്കറിയാവുന്നതുപോലെ അബ്സീനയിലെ ഭരണാധികാരിയാണ്. അവിടേക്കാണ് മുസ്ലിമീങ്ങൾ ചെന്നത്. ആദ്യത്തെ ഹിജറ അങ്ങോട്ടേക്കായിരുന്നു. എന്നാൽ അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. മുസ്ലിമീങ്ങൾ അദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിക്ക് എഴുതിയിരുന്നു. എന്ത്? ഉമ്മു ഹബീബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ വിവാഹം നടത്താൻ നജ്ജാശിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം. അവിടെ വെച്ചാണ് ഉമ്മു ഹബീബ് അവിടെ ഉണ്ടായിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തത്. നബി വക്കീലിനെ ഏൽപ്പിച്ചിട്ടാണ് വിവാഹം ചെയ്തത്. അതിനുവേണ്ടിയുള്ള മഹർ, ഉമ്മു ഹബീബയുടെ മഹറൊക്കെ നൽകിയത് നജ്ജാശിയായിരുന്നു. മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിയോട് ആവശ്യപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്ന നബിയുടെ സഹാബിമാരെ മദീനയിലേക്ക് അയക്കാൻ ആയിരുന്നു. നജ്ജാശി ഈ 3 ആവശ്യങ്ങളും 3 കാര്യങ്ങളും അംഗീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ ആരുമില്ലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പാപമോചനം തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് നബിക്ക് നജ്ജാശി മരണപ്പെട്ട കാര്യം മനസ്സിലായത്. നജ്ജാശിക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്ത് എഴുതിയത്. നബി കത്തയച്ചവരിൽ ഒരാൾ നജ്ജാശിയാണ്. രണ്ടാമത്തെ ഭരണാധികാരി ഹിറഖലാണ്. ഹിർഖൽ എന്നും വായിക്കാം, അതുപോലെ ഹിറാഖൽ എന്നും വായനയുണ്ട്. ഹിറഖൽ ആരാണ്? റോമക്കാരുടെ ഭരണാധികാരികളിൽ ഒരാളാണ് ഹിറാഖൽ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറഖലിന് കത്തയച്ച കാര്യം വളരെ പ്രസിദ്ധമാണ്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ വിശദമായി ആ ഹദീസ് വന്നിട്ടുണ്ട്. നബിയുടെ കത്ത് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഹിറഖിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. മലിക്കുൽ ഖിതാൻ, ചലാകർമ്മം ചെയ്യുന്നവരുടെ ഭരണാധികാരി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നയാൾ മനസ്സിലാക്കി. അദ്ദേഹം ഈ പ്രദേശങ്ങൾ, തങ്ങളുടെ കീഴിലുള്ള പ്രദേശങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ, മുസ്ലിമീങ്ങൾക്ക് കീഴിൽ വരും എന്നയാൾ മനസ്സിലാക്കിയിരുന്നു. അയാൾ വിജ്ഞാനമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ വിഷണ്ണനായി ഒരു പ്രയാസത്തിൽ അയാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പോൾ അയാൾ പറഞ്ഞു, ലഹറ മലിക്കുൽ ഖിതാൻ, ചലാകർമ്മം ചെയ്യുന്ന ആളുകളുടെ ഭരണാധികാരി, ആ രാജാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം, ഈ കേട്ട ആൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ചേലാകർമ്മം ചെയ്യുന്നവർ യഹൂദികളാണ്. യഹൂദികളെ തീർക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ അമീർമാർക്ക് ഓരോ എഴുത്തെഴുതിയാൽ മതി, എല്ലാത്തിനെയും ശരിയാക്കിക്കൊള്ളൂ. അത്രയും നിന്ദരായിട്ടാണ് യഹൂദികൾ അവരുടെ കീഴിൽ, നസ്രാനികൾക്ക് കീഴിൽ ജീവിച്ചത്. അവരെന്തെങ്കിലുമൊക്കെ മാന്യതയിൽ ജീവിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് കീഴിലാണ്. ചരിത്രത്തിൽ നമുക്കത് കാണാം. പക്ഷേ ഹിറഖലിനറിയാം. ഹിറഖൽ പിന്നീട് മനസ്സിലാക്കി ഇത് യഹൂദികളിലല്ല ഈ നബി വരുന്നത് എന്ന്. അങ്ങനെ ഇരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ദിഹ്യ ഇബ്നു ഖലീഫ അൽ കൽബി റളിയല്ലാഹു അൻഹു വഴിക്ക് അദ്ദേഹം ബുസ്റയിലെ ഒരാൾക്ക് ഇത് ഏൽപ്പിച്ചു. അങ്ങനെ ഹിറഖലിന്റെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കത്ത് വന്നു കിട്ടുന്നത്. ഹിറഖൽ എന്ത് ചെയ്തു? ആ സമയത്ത് അവിടെ ഷാമിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാനെയും ഏതാനും ഖുറൈശികളെയും അവിടേക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിട്ടു. അങ്ങനെ അന്ന് അവിടെ കച്ചവടത്തിന് പോയിരുന്ന അബൂ സുഫിയാനും ഏതാനും ആളുകളും ഹിറഖലിന്റെ മജ്ലിസിലേക്ക് വരികയാണ്. അവരന്ന് മുസ്ലിമീങ്ങളായിരുന്നില്ല. അങ്ങനെ ഹിറഖൽ എന്തു ചെയ്തു? അവരെ കൊണ്ടുവന്നു. ഇത് ഏത് സമയത്താണ്? ഹുദൈബിയ സന്ധി നിലവിൽ ഉള്ള സമയത്താണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇത് പിന്നീട് മുസ്ലിം ആയതിനു ശേഷം ഉദ്ധരിക്കുന്നത് നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അത് ഇൽമുൽ ഹദീസിലെ മറ്റൊരു, അതുപോലെ ഫിഖ്ഹിലും ഷഹാദത്ത് ഒരാളുടെ ഇത് എപ്പോൾ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ പറയുന്നിടത്ത് നമുക്കിത് കാണാം. അതായത് ഒരു ചെറിയ കുട്ടി ഒരു കാര്യം സാക്ഷ്യം വഹിച്ചു, കുഞ്ഞായിരുന്ന പ്രായത്തിൽ, പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ്. എന്നിട്ട് പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയെ സാക്ഷിയായി കൊണ്ടുവരാൻ ഇസ്ലാമിന് അനുവാദമില്ല. പ്രായപൂർത്തി എത്തണം. പക്ഷേ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കണ്ട കാര്യത്തിന് പ്രായപൂർത്തി എത്തിയതിനു ശേഷം സാക്ഷിയാവാം. ഹദീസും അങ്ങനെ തന്നെയാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു. അത് പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഉദ്ധരിച്ചാൽ ആ ഹദീസ് സ്വീകാര്യമാണ്. കേട്ടതെപ്പോഴാണ്? ചെറിയ പ്രായത്തിലാണ്. അതുപോലെ തന്നെയാണ് കാഫിറും. കാഫിറായിരുന്ന കാലത്താണ് സംഭവത്തിന് സാക്ഷിയായത്. പക്ഷെ ആ സാക്ഷ്യം വഹിച്ചത്, ഒരു ഖാദിയുടെ മുന്നിൽ ആ സാക്ഷ്യം വഹിച്ചത് മുസ്ലിമായ സമയത്താണ്. അപ്പോൾ ആ സാക്ഷ്യം സ്വീകാര്യമാണ്. അതുപോലെ ഹദീസും. ഈ സംഭവം നടക്കുന്നത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കാഫിറായിരുന്ന കാലത്താണ്. പക്ഷെ ഇത് അദ്ദേഹം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുസ്ലിമായ ശേഷമാണ്. ഹദീസ് സ്വീകാര്യമാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഇത് കാണാം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന സമയത്ത് ഹിറഖൽ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് സൽഹും അയ്യുഹും അഖ്റബു നസബൻ ബിഹാദ الرجل الذي يزعم أنه നബി. ഈ നബിയാണെന്ന് വാദിക്കുന്ന ആളുമായി നിങ്ങളിൽ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളത് ആർക്കാണ്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളെ ഈലിയയിലുള്ള ഷാമിലെ ഒരു സ്ഥലമാണ് ഈലിയ. അവിടെ ഹിറഖൽ അയാളുടെ കൊട്ടാരത്തിൽ, അയാളുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അയാൾ കിരീടം ധരിച്ചിട്ടുണ്ട്,
ചുറ്റും റോമാക്കാരിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെയുണ്ട്. അങ്ങനെ ഹിറഖിൽ തന്റെ തുർജുമാനെ വിളിച്ചു, ദ്വിഭാഷയെ പരിഭാഷകനെ വിളിച്ചു. കാരണം അയാളുടെ ഭാഷ വേറെയാണ്, അറബിയല്ല. എന്നിട്ടാണ് ചോദിക്കാൻ പറയുന്നത്, ഇവരിൽ ആരാണ് ഈ നബി എന്ന് പറയുന്ന ആളുമായി അടുത്ത ബന്ധമുള്ള ആൾ? ഫഖാല അബൂ സുഫിയാൻ പറഞ്ഞു, അന അഖ്റബുഹും ഇലൈഹി നസബ, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുമായി ഇദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ. കാരണം ബനു അബ്ദി മനാഫിന്റെ മക്കളിലാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്നത്. അതിൽപ്പെട്ട വേറൊരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഹുവ ഇബ്നു അമ്മി, എന്റെ പിതൃ സഹോദരന്റെ മകനാണ് എന്ന് പറഞ്ഞു. നേരെ പിതാവിന്റെ സഹോദരന്റെ മകൻ എന്ന അർത്ഥത്തിലല്ല. പക്ഷെ മുകളിലേക്ക് പോയാൽ അബൂ സുഫിയാന്റെ പിതൃ സഹോദരന്റെ മക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. ഹിറഖൽ പറഞ്ഞു, അദ്നുഹു മിന്നി, അയാൾ ഇങ്ങോട്ട് അടുത്തു കൊണ്ടുവരിക. അങ്ങനെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ثم امر باصحابي فجعلوا خلف ظهري عند كتفي, എന്റെ കൂട്ടുകാരെയൊക്കെ എന്റെ പിന്നിൽ നിർത്തി, ഞാൻ മുന്നിൽ. ഞാൻ മുന്നോട്ട് നോക്കിയിട്ടാണ് നിൽക്കുന്നത്, പിന്നിലുള്ളവരെ ഞാൻ കാണുന്നില്ല. പക്ഷെ അവർ എന്റെ പിന്നിൽ, എന്റെ പുറംഭാഗം നോക്കിയിട്ടാണ് ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ثم قال لترجمانه, ഹിറഖൽ ഈ പരിഭാഷകനോട് പറഞ്ഞു, قل لاصحابه اني سائل هذا عن هذا الرجل الذي يزعم انه نبي فان كذبني فكذبوه, ഞാനിതാ ഈ നബിയാണെന്ന് വാദിക്കുന്ന ആളെക്കുറിച്ച് ഇദ്ദേഹത്തോട്, അബൂ സുഫിയാനോട് ചോദിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും കളവ് പറഞ്ഞാൽ പിന്നിലുള്ള നിങ്ങൾ എനിക്കത് പറഞ്ഞു തരണം, കളവാണ് എന്ന്. കളവാണ് എന്ന് പിന്നിലുള്ളവർ ഭരണാധികാരിക്ക് ഹിറഖൽ ആംഗ്യം കാണിച്ചു കൊടുത്താൽ അബൂ സുഫിയാൻ മനസ്സിലാവുകയില്ല. ഈ രൂപത്തിൽ നിർത്തുകയുണ്ടായി. അബൂ സുഫിയാൻ പറയുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ്, ലൗലൽ ഹയാഉ മിൻ അൻ യഅ്സുറ അസ്ഹാബി അന്നിൽ കദിബ് ലകദബ്തുഹു ഹീന സഅലനി, ഞാൻ കളവ് പറഞ്ഞു എന്ന് ആളുകൾ എന്നെക്കുറിച്ച് എന്റെ കൂട്ടുകാർ തന്നെ പറയും. ആ ഒരു ലജ്ജ ഇല്ലായിരുന്നുവെങ്കിൽ എന്നോട് ഹിറഖൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കളവ് പറഞ്ഞേനെ. പക്ഷെ കളവ് പറയാൻ പറ്റാത്ത രൂപത്തിലാണ് നിർത്തിയിട്ടുള്ളത്. കാരണം ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവാണ് അബൂ സുഫിയാൻ. വലാകിന്നി ഇസ്തഹയൈതു അൻ യഅ്സുറു അൽ-കദിബ അന്നി ഫസദഖ്തു, കളവ് എന്നെക്കുറിച്ച് ഞാൻ കളവ് പറഞ്ഞതായി നാട്ടിൽ പടരും എന്നതുകൊണ്ട് ഞാൻ സത്യം തന്നെ പറഞ്ഞു. ആദ്യത്തെ ചോദ്യം ഹിറഖൽ ചോദിക്കാൻ, ഖുൽ ലഹു കൈഫ നസബു ഹാദാ അർ-റജുലി ഫീകും, ഇയാളോട് ചോദിക്കൂ, ഈ നബിയാണെന്ന് പറയുന്ന ആളുടെ നസബ് എങ്ങനെയാണ്, കുടുംബ പരമ്പര എങ്ങനെയാണ്, തറവാട് എങ്ങനെയാണ്? ഖാല അബൂ സുഫിയാൻ പറഞ്ഞു, ഹുവ ഫീനാ ദൂ നസബ്, അദ്ദേഹം ഞങ്ങളിൽ നല്ല നസബുള്ള, നല്ല കുടുംബ പരമ്പരയുള്ള ആൾ തന്നെയാണ്. ഖാല ഹിറഖൽ ചോദിച്ചു, ഫഹൽ ഖാല ഹാദൽ ഖൗല മിൻകും അഹദുൻ ഖത്തു ഖബ്ല, ഇങ്ങനെ ഒരു വാദം, നബിയാണെന്ന് വാദിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് മുൻപ് വേറെ ആരെങ്കിലും വന്നിരുന്നോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. ഹിറഖൽ ചോദിച്ചു, ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്, ഈ നബിയാണെന്ന് വാദിക്കുന്ന ആളുടെ പൂർവ്വപിതാക്കളിൽ രാജാക്കന്മാരെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. ഹിറഖൽ ചോദിച്ചു, ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്, അടുത്ത ചോദ്യം, ഫഅശ്റാഫു الناس يتبعونه ام ضعفاؤهم, ആരാണ് ഈ നബി എന്ന് പറയുന്ന ആളെ പിൻപറ്റുന്നത്? ജനങ്ങളിലെ പ്രമാണിമാരും വലിയ ഏമാന്മാരും ഒക്കെ ആണോ? അതല്ല, ദഅഫാ ആണ്, ദുർബലരായ പാവങ്ങളായ ആളുകളാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, ബൽ ദുഅഫാഉഹും, അവരിലെ ദുർബലരും സാധുക്കളും ഒക്കെയാണ്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ കൂടുതൽ. അല്ല, മുശ്രിക്കുകൾ ഒരു പരാതിയായി പറഞ്ഞത് തന്നെ അതാണ്. ഈ സ്വഹൈബിനെയും ബിലാലിനെയും ഒക്കെ നിങ്ങൾ ഒഴിവാക്കും, എങ്കിൽ ഞങ്ങൾ കൂടെ വരാം എന്ന് പറഞ്ഞവരാണ് അവർ. അവരുടെ പരാതിയും അതായിരുന്നു, ലൗ കാന ഖൈറൻ മാ സബഖൂനാ ഇലൈഹി, ഇതൊരു നന്മയായിരുന്നുവെങ്കിൽ ഇവരൊക്കെ ഞങ്ങളെക്കാൾ മുൻപേ ഇതിന്റെ ആളുകളാകുമായിരുന്നില്ല. അതാണ് മുശ്രിക്കുകളുടെ വാദം. ലൗ കാന ഖൈറൻ, എന്താണ്? മാ സബഖൂനാ ഇലൈഹി. ഏത് സൂറത്തിലാണ്?
ايش سورتنا؟ بارك الله فيك. لو كان خيرا ما سبقونا إليه. ഇത് ഖൈറായിരുന്നുവെങ്കിൽ ഇവർ ഞങ്ങളെക്കാൾ മുൻപേ ഇത് പിൻപറ്റുമായിരുന്നില്ല. ആയത്തിന്റെ തഫ്സീർ ഇമാം ഇബ്നു കസീർ വളരെ മനോഹരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതാണ് മുശ്രിക്കുകളുടെ വാക്ക്. എന്ത്? ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി. എന്നാൽ നമ്മൾ മുഅ്മിനുകൾ പറയുക എന്താണ്? ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഒരു കാര്യം ഖൈറാണ് എങ്കിൽ നമ്മെക്കാൾ മുന്നേ അത് ആര് ചെയ്യുമായിരുന്നു? സഹാബത്ത് ചെയ്യുമായിരുന്നു. ഒരു കാര്യം ഖൈറോ ഷർറോ ദീനിലുള്ള സുന്നത്താണോ അല്ലാതെ ബിദ്അത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് എന്ത്? ഈ വാക്ക്. ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അത് ഖൈറാണെങ്കിൽ നമ്മെക്കാൾ മുന്നേ അവർ ചെയ്യും. നമ്മെക്കാൾ മുൻപേ അവർ ചെയ്തിട്ടില്ലേ, അത് ഖൈറല്ല. മുശ്രിക്കുകളുടെ വാക്ക് നേരെ തിരിച്ചിട്ടാണ്. എന്ത്? ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി. ഇത് ഖൈറായ കാര്യമാണെങ്കിൽ ഇവർ നമ്മെക്കാൾ മുൻപേ ഇത് ചെയ്യുമായിരുന്നു. നമ്മൾ തന്നെ ചെയ്യണം. നോക്കൂ നിങ്ങൾ, പഴയകാല മുശ്രിക്കുകളുടെ വാദത്തോട് ഒരു മുസ്ലിം എങ്ങനെയാണ് യോജിക്കാൻ ആഗ്രഹിക്കുക? ഒരു മുസ്ലിം എങ്ങനെയാണ് അതിനോട് യോജിക്കാൻ ആഗ്രഹിക്കുക? അങ്ങനെ പാടില്ല. ഏതുപോലെ അള്ളാഹുവിന്റെ നബിമാർ മനുഷ്യരാണ്. അപ്പൊ നബിമാരുടെ ശത്രുക്കളെല്ലാം നബിമാരെ കുറിച്ചുള്ള പരാതിയായി പറഞ്ഞ കാരണം എന്ത്? അൻതുമില്ല ബശറും മിസ്ലുനാ. നിങ്ങൾ ഞങ്ങളെ പോലുള്ള മനുഷ്യരാണ്. ഒരു വ്യക്തി മനുഷ്യനാവുക, അതോടൊപ്പം അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന നബിയാവുക എന്നത് ഇത് രണ്ടും ഒരുമിച്ച് നടക്കൂല എന്നാണ് അവരുടെ വാദം. മുഅ്മിനുകളുടെ വാദം അതിൽ യാതൊരു അത്ഭുതവുമില്ല. അല്ലെ, അകാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരിൻ നാസ വബശ്ശിരിൽ ലദീന ആമനു. അള്ളാഹു ചോദിച്ചതുപോലെ ജനങ്ങൾക്ക് എന്തത്ഭുതം, ജനങ്ങൾക്ക് അത്ഭുതമായിരിക്കുകയാണോ അവരിൽ നിന്നും തന്നെ ഒരാൾക്ക് നാം വഹി കൊടുത്തു നബിയാക്കുന്നു എന്ന്. വളരെ കാലം മുശ്രിക്കുകൾക്ക് നോക്കൂ, മനുഷ്യനാവുക, നബിയാവുക. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് ഞാൻ. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? മനുഷ്യന് വിശക്കും, ദാഹിക്കും, വേദന ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ മറ്റു പടപ്പുകൾ പോലെ ഗൈബ് അറിയുകയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തത് അറിയുകയുള്ളൂ. എന്നാൽ മുശ്രിക്കുകൾക്ക് അത് പിടിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് അള്ളാഹുവിന്റെ നബിമാരെ പരിധി വിട്ട് ബഹുമാനിച്ച് ശിർക്കിലകപ്പെട്ട ആളുകൾക്ക് നോക്കൂ, യഥാർത്ഥത്തിൽ മറ്റൊരുങ്ങൾക്ക് ഇതേ പ്രശ്നമാണ് അവർക്കും. നബി ആയാൽ പിന്നെ ഒരു മനുഷ്യനായാൽ, സാധാരണ മനുഷ്യനെ പോലെ ആയാൽ പറ്റൂല. പിന്നെയോ മലക്കിനെ പോലെ ആകണം. എന്താകണം? നബിക്ക് ഗൈബ് അറിയണം, എന്നാലേ നബി ആവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ, കണ്ണിന് മുന്നിൽ എല്ലാ മറയും അള്ളാഹു നീക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് ഒരു മുസ്ലിം പ്രസംഗിച്ചത്. ഒരു മറയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളുടെ വാദമല്ല, മുസ്ലിമീങ്ങളുടെ വിശ്വാസം അള്ളാഹുവിന്റെ നബിമാർ മനുഷ്യരാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ വഹി അവർക്കുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചു കൊടുത്ത ഗൈബ് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു അവർക്ക് നിശ്ചയിച്ച പ്രത്യേകതകളിലാണ് നാം വിശ്വസിക്കേണ്ടത്. അള്ളാഹു അവർക്ക് നൽകിയ സ്ഥാനമേതോ ആ സ്ഥാനത്തിനപ്പുറത്തേക്ക് അവരെ ഉയർത്തുക, അവരുടെ കാര്യത്തിൽ പരിധി വിടുക ഒരു മുഅ്മിനിന് പാടില്ല. നോക്കൂ, ദുർബലരാണ് അവരെ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞു. ഇറക്കലിന്റെ അടുത്ത ചോദ്യം, അയസീദൂന അം യൻഖുസൂൻ. അവരുടെ എണ്ണം കൂടുകയാണോ അതല്ല കുറയുകയാണോ? അബൂ സുഫിയാന്റെ മറുപടി, ബൽ യസീദൂൻ, കൂടുകയാണ്, അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറക്കലിന്റെ ചോദ്യം, ഫഹൽ യർതദ്ദു അഹദും മിൻഹും സഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി. ആ ദീനിൽ പ്രവേശിച്ച ഒരാൾ പിന്നെ ആ ദീനിനെ വെറുത്തുകൊണ്ട് അതിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ആരും തിരിച്ചു വരുന്നില്ല. ഇറക്കലിന്റെ ചോദ്യം, ഫഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ. ഈ പറഞ്ഞത് പറയുന്നതിന് മുൻപ് പണ്ട് അദ്ദേഹം കളവ് പറയുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? നിങ്ങളോട് അദ്ദേഹം മുമ്പ് കളവ് പറയാറുണ്ടോ? ഇത് കളവാണെന്നാണ് അവരുടെ വാദം. അത് മുമ്പ് കളവ് പറയാറുണ്ടോ? അത് അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. ഇറക്കലിന്റെ അടുത്ത ചോദ്യം, ഫഹൽ യഖ്ദിർ, അദ്ദേഹം വഞ്ചിക്കുന്ന ആളാണോ, ചതിക്കാറുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. വനഹ്നു അൽആന മിൻഹു ഫി മുദ്ദ. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹവുമായി ഒരു കരാറിലാണ്, അഥവാ ഹുദൈബിയ സന്ധിയിലാണ്. ലാ നദ്രി മാ ഹുവ ഫാഇലു ഫീഹാ. ഈ കരാറിൽ അദ്ദേഹം എന്ത് കാണിച്ചു കൂട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അബൂ സുഫിയാൻ പറയുകയാണ്, വലം തുംകിന്നി കലിമത്തുൻ ഉദ്ഖിലു ഫീഹാ ഷൈഅൻ അൻ തഖ്സുഹു ബിഹി ഗൈറ ഹാദിഹിൽ കലിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കുത്തി പറയാൻ ഈ ഒരു അവസരമല്ലാതെ എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ ഒരു വാക്കയും കിടക്കുന്നു കയറ്റി പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു കരാറിലാണ്, ഇതിൽ എന്തെങ്കിലും ചെയ്യോ, നമ്മളെ പറ്റിക്കോ
വഞ്ചിക്കൂ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒന്നല്ലാതെ അതിന്റെ ഇടയിൽ കയറ്റാൻ എനിക്ക് സാധിച്ചില്ലെന്ന് അബൂ സുഫിയാൻ പറയുകയാണ്. ഹെറഖൽ ചോദിച്ചു, ഫഹൽ ഖാതൽതുമൂ, നിങ്ങൾ അദ്ദേഹവുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞുണ്ട്. ഫകൈഫ കാന ഖിതാലുകും ഇയ്യാഹ്, എന്നിട്ട് എന്ത് സംഭവിച്ചു? യുദ്ധം എങ്ങനെ ഉണ്ടായിരുന്നു? അബൂ സുഫിയാൻ പറഞ്ഞു, അൽ ഹർബു ബൈനനാ വബൈനഹും സിജാൽ നനാലു മിൻഹും വയനാലൂന മിന്നാ. അൽ ഹർബു ബൈനനാ വബൈനഹും സിജാൽ, യുദ്ധം നമുക്കും അവർക്കും ഇടയിൽ മാറി മറിയുകയാണ്. ചിലപ്പോൾ നമ്മൾ ജയിക്കും, ചിലപ്പോൾ അവർ ജയിക്കും. അങ്ങനെയായിരുന്നു. ബദറിൽ അവർക്ക് വിജയമുണ്ടായിട്ടുണ്ട്. ബദറിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഉഹദിൽ ഇവർക്ക് ജയമുണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അബൂ സുഫിയാൻ പറയുകയാണ്. ഹെറഖൽ ചോദിക്കാൻ, മാദാ യഅ്മുറുക്കും, എന്താണ് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുന്നത്? അദ്ദേഹം എന്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്? അബൂ സുഫിയാൻ പറഞ്ഞു, യഅ്മുറുനാ അൻ നഅ്ബുദല്ലാഹ വഹ്ദഹു വലാ നുശ്രിക ബിഹി ശൈആ, അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കണമെന്ന്, അവനിൽ ഒന്നിനെയും പങ്കു ചേർത്തുകൂടാ എന്ന്. വയൻഹാന അമ്മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചു പോരുന്നതിനെ ഒന്നും ആരാധിക്കരുത് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുന്നു. വയഅ്മുറുനാ ബിസ്സലാത്തി, നിസ്കരിക്കണമെന്ന് പറയുന്നു. വസ്സുദ്ഖി, സത്യസന്ധത പാലിക്കണമെന്ന്. വൽ അഫാഫ്, ജീവിത വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും മറ്റും പാലിക്കണമെന്ന്. വസ്സില, കുടുംബബന്ധം ചേർക്കണമെന്ന് കൽപ്പിക്കുന്നു. ഹെറഖൽ ഈ ഉത്തരങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, ദിബാഷിയോട്, പരിഭാഷകരോട് പറഞ്ഞു, ഖുല്ലഹു, ഇയാളോട് പറയുക, സഅൽതുക അൻ നസബിഹ്, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയെക്കുറിച്ച്, തറവാടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഫദക്കറത അന്നഹു ഫീകും ദൂ നസബ്, അദ്ദേഹം നല്ല തറവാട്ടിലാണ്, നല്ല കുലത്തിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. വകദാലിക റുസുൽ, അല്ലാഹുവിന്റെ ദൂതന്മാർ, റസൂലുകൾ അങ്ങനെയാണ്. തുബ്അതു ഫീ നസബി ഖൗമിഹാ, ആ കൂട്ടരിൽ ഏറ്റവും നല്ല കുലത്തിലാണ് അവർ ജനിക്കുക. وسألتك هل قال هذا القول منكم أحد قط قبله فذكرت لا, അദ്ദേഹത്തിന് മുൻപ് ഇങ്ങനെ ഒരു വാദം, നബിയാണെന്ന വാദവുമായി ആരെങ്കിലും വന്നിരുന്നോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. فقلت لو كان أحد قال هذا القول قبله لقلت رجل يأتسي بقول قيل قبله, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, ഇദ്ദേഹം മുമ്പൊരാൾ പറഞ്ഞ ഒരു വാക്ക് കോപ്പി അടിച്ച് പറയുകയാണ്, അത് പകർത്തി പറയുകയാണ്, അയാൾ അനുകരിക്കുകയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത്. വസഅൽതുക ഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്, അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാരിൽ രാജാക്കന്മാർ വല്ലവരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഫദക്കർത അല്ല, നിങ്ങൾ പറഞ്ഞു ഇല്ല എന്ന്. فقلت لو كان من آبائه من ملك قلت رجل يطلب ملك أبيه, അങ്ങനെ രാജാക്കന്മാർ വല്ലവരും ഉണ്ടായിരുന്നുവെങ്കിൽ, തന്റെ പൂർവ്വപിതാക്കന്മാരുടെ നഷ്ടപ്പെട്ടുപോയ അധികാരം, മുൽക്ക്, അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നെനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയാമായിരുന്നു. അതിനും വഴിയില്ല. وسألتك هل كنتم تتهمونه بالكذب قبل أن يقول ما قال فذكرت ألا, ഈ നബിയാണെന്ന വാദം പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് അദ്ദേഹം കളവ് പറയുന്ന ആളാണ് എന്ന് ആരോപിക്കാനുണ്ടോ? അദ്ദേഹം മുമ്പ് നിങ്ങളോട് കളവ് പറയാറുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. فقد أعرف أنه لم يكن ليذر الكذب على الناس ويكذب على الله, ആളുകളുടെ പേരിൽ ഒരാൾ ഒരു കളവും കെട്ടിച്ചമച്ചു പറയുന്നില്ല, എന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറയുക, അതൊരിക്കലും എനിക്ക് പറയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പേരിൽ, ജനങ്ങളുടെ പേരിൽ കളവ് പറയാത്ത ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയില്ല. വസഅൽതുക, ഞാൻ നിങ്ങളോട് ചോദിച്ചു, അഷ്റാഫുൻ നാസ് യത്തബിഊനഹു അം ദുഅഫാഉഹും ഫദകർത അന്ന ദുഅഫാഅഹും ഇത്തബഊഹു, ആരാണ് അദ്ദേഹത്തെ പിൻപറ്റുന്നത്? വലിയ പ്രമാണിമാരും മുതലാളിമാരും ഒക്കെയാണോ, അതല്ല ദുർബലരും സാധുക്കളുമാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞു പാവങ്ങളും സാധുക്കളും ഒക്കെയാണ്, ദുർബലരും ഒക്കെയാണ് പിൻപറ്റുന്നത്. വഹും അത്ബാഉർ റുസുൽ, വഹും അത്ബാഉർ റുസുൽ, അവരാണ് നബിമാരുടെ, അള്ളാഹുവിന്റെ റസൂലുകളുടെ അനുയായികൾ. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ വലിയ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല. ദുരഭിമാനം പൊതുവെ അവരെ നയിക്കുകയില്ല. മുകൾ ആകാശം താഴെ ഭൂമിയാണ്, പാവങ്ങളാണ്. അതുകൊണ്ട് ഹക്ക് മനസ്സിലായാൽ അവരെ പിടിച്ചു വെക്കാൻ, അവരെ പിന്നോട്ടേക്ക് വലിക്കാൻ ദുനിയാവിന്റെ തടസ്സം അവർക്കില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, പഴയകാല നബിമാർ
അവരുടെ എല്ലാം അനുയായികൾ പാവങ്ങളാണ്. നൂഹ അലൈഹിസ്സലാമിനോട് ശത്രുക്കൾ പറഞ്ഞത് എന്താ? വമാ നറാക തബഅക ഇല്ല الذين هم അറാദിലുന ബാദി അർറഅയ്. നിന്റെ അനുയായികളായി ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിലവാരമില്ലാത്ത ആളുകളാണ്, ഒരു കാര്യത്തിൽ ശരിയായ അഭിപ്രായമെന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ ഇവരങ്ങനെയാണ്. പണമില്ലാത്തവർ അവരുടെ കണ്ണിൽ ഒന്നിനും കൊള്ളാത്തവരാണ്. ഒരു യമാന്മാരെ മാത്രമേ അവർ വലിയ ആളുകളായി കാണുകയുള്ളൂ. പക്ഷെ അള്ളാഹുവാണ് ഓരോരുത്തർക്ക് ഫദ്ൽ നൽകുന്നത്, ശ്രേഷ്ഠത റബ്ബാണ്. അള്ളാഹു ഉയർത്തിയവരെ താഴ്ത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഹെറഖിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിച്ചു, യസീദുൻ അം യൻഖുസൂൻ, അവർ കൂടുകയാണോ കുറയുകയാണോ? ഫദക്കർത അന്നഹും യസീദൂൻ, നിങ്ങൾ പറഞ്ഞു അവർ കൂടുകയാണ്. വകദാലിക അംറുൽ ഈമാനി ഹത്താ യതിം, ഈമാനിന്റെ കാര്യം അങ്ങനെയാണ്, അത് കൂടിക്കൊണ്ടേയിരിക്കും പൂർത്തിയാകുവോളം. വസഅൽതുക ഹൽ യർതദ്ദു അഹദുൻ സഖ്ഫതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി, ദീനിലേക്ക് കടന്നതിനു ശേഷം അത് വെറുത്തുകൊണ്ട് ആരെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടോ, തിരിച്ചു നിങ്ങളുടെ ദീനിലേക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഫദക്കർത അല്ല, നിങ്ങൾ പറഞ്ഞു ഇല്ല. വകദാലികൽ ഈമാൻ, അത് ഈമാൻ അങ്ങനെയാണ്. ഹീന തുഖാലിതു ബശാശതുഹു അൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു കയറിയാൽ, അതിന്റെ മധുരം ഹൃദയത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരാളും അത് ഉപേക്ഷിക്കുകയില്ല. വസഅൽതുക ഹൽ യഗ്ദിർ, ഞാൻ നിങ്ങളോട് അദ്ദേഹം ചതിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു ഇല്ല. വകദാലിക റസൂൽ ലാ തഗ്ദിർ, റസൂലുകൾ അങ്ങനെയാണ്, അവർ വഞ്ചിക്കുകയില്ല, ചതിക്കുകയില്ല. വസഅൽതുക ഹൽ ഖാതൽതുമു, യുദ്ധം ചെയ്തിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു അന്നകും ഖദ് ഖാതൽതുമുഹു വഅന്നൽ ഹർബ ബൈനകും വബൈനഹും സിജാൽ യനാലു മിൻകും വതനാലൂന മിൻ, യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാണ്, നിങ്ങൾ ചിലപ്പോൾ ജയിക്കുന്നു അവർ ജയിക്കുന്നു എന്നായിരുന്നു നിങ്ങളുടെ മറുപടി. വകദാലിക റസൂലു തുബ്തല, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലുകൾ പരീക്ഷിക്കപ്പെടും, അവർ പരീക്ഷിക്കപ്പെടും. സുമ്മ തകൂനു ലഹുമുൽ ആഖിബ, ഒടുവിൽ അന്തിമ വിജയം അവർക്കായിരിക്കും. പരീക്ഷണം ഉണ്ടാവുമെങ്കിലും അവസാനത്തെ വിജയം അവർക്കായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, ബിമ യഅമുറുക്കും, എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ബിംബങ്ങൾ ആരാധിക്കരുത്, നിസ്കാരവും സത്യസന്ധതയും കുടുംബബന്ധവും ജീവിത വിശുദ്ധിയും ഒക്കെ കൽപ്പിക്കുന്നുവെന്ന്. ഫഇൻ കാന മാ തഖൂലു ഹഖ്ഖൻ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എങ്കിൽ ഫസയംലികു മൗദിഅ ഖദമയ്യ ഹാതൈൻ, ദാ എന്റെ ഈ കാൽപാദങ്ങളുള്ള ഈ ഭൂമി പോലും അദ്ദേഹത്തിന്റെ കീഴിലാവും, ഈ പ്രദേശം പോലും അദ്ദേഹത്തിന്റെ കീഴിൽ വരും. വഖദ് കുൻതു അഅലമു അന്നഹു ഖാരിജ്, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു നബി പുറപ്പെട്ടു വരാനായിട്ടുണ്ട് എന്ന്. വലം അകുൻ അദുന്നുഹു അന്നഹു മിൻകും, നിങ്ങളിൽ അറബികളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം വരികയെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഫലൗ അന്നി അഅലമു അന്നി അഖ്ലുസു ഇലൈഹി ലതജശംതു ലിഖാഅഹു വലൗ കുൻതു ഇൻദഹു ലഗസൽതു അൻ ഖദമൈഹി വലയബ്ലുഗന്ന മുൽകുഹു മാ തഹ്ത ഖദമൈഹി, എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ പോയി അദ്ദേഹത്തിന്റെ കാലുകൾ കഴുകി കൊടുക്കുമായിരുന്നു. നസ്രാനികൾ നടത്തുന്ന ഒരു ബഹുമാന പ്രയോഗമാണെന്ന്, പാദശുശ്രൂഷ, കാലുകൾ കഴുകി കൊടുക്കുക അവർക്കിടയിലുള്ള ഒരു രീതിയാണ്. ഇതിനുശേഷം ഹെറഖൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിതാബ് കൊണ്ടുവരാൻ കൽപ്പിച്ചു, നബിയുടെ എഴുത്ത് കൊണ്ടുവരാൻ. എന്നിട്ട് എഴുത്ത് അവിടെ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് വറസൂലിഹി ഇലാ ഹെറഖൽ അളീമിർ റൂം سلام على من اتبع الهدى أما بعد فإني أدعوك بدعاية الإسلام أسلم تسلم يؤتك الله أجرك مرتين فإن توليت فإن عليك إثم الأريثيين وقل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. إن رسول الله صلى الله عليه وسلم بسم الله الرحمن الرحيم من محمد بن عبد الله ورسوله إلى هرقل عظيم الروم. بسم الله الرحمن الرحيم. الله نرمي رسول مع محمد صلى الله عليه وسلم റോമക്കാരുടെ ഭരണാധികാരിയായ ഹെറഖ്ലിന് സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ, സന്മാർഗം സ്വീകരിച്ചവന് സലാം.
സലാം അലൈക്കും എന്നല്ല, മറിച്ച് സലാമുൻ അലാ മൻ ഇത്തബൽ ഹുദ. ഹിദായത്ത് ആര് സ്വീകരിച്ചോ അവർക്ക് സലാം. അമ്മ ബഅദ് ഫഇന്നി അദ്ഊക ബിദുആയത്തിൽ ഇസ്ലാം. നിന്നെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്, താങ്കളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്ലിം, താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക. തസ്ലം, എങ്കിൽ താങ്കൾക്ക് രക്ഷപ്പെടാം. എത്ര മനോഹരമായ, എത്ര വ്യക്തമായ വാക്കാണ്. ഒരു കെട്ടിക്കൊടുക്കോ ഒരു വളച്ചുകെട്ടോ ഒന്നുമില്ലാത്ത നേർക്ക് നേരെ ഉള്ള ക്ഷണം. നസീഹത്ത് അതിലുണ്ട്, ഗുണകാംക്ഷ അതിലുണ്ട്, എന്നാൽ അതിൽ ഇസ്സത്തുണ്ട്, പ്രതാപമുണ്ട്. ഗുണകാംക്ഷ എന്ന പേരിൽ ദില്ലത്തിലേക്ക്, നിന്നതയിലേക്ക്, ആ രൂപത്തിലുള്ള വർത്തമാനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. അസ്ലിം തസ്ലം, മുസ്ലിമാവുക, ഇതിൽ നിനക്ക് രക്ഷപ്പെടാം. ഈ ലോകത്തും പരലോകത്തും നിനക്ക് രക്ഷയുണ്ട്. യുഅ്തിക അല്ലാഹു അജ്റക മറത്തൈൻ, അല്ലാഹു നിനക്ക് 2 തവണ പ്രതിഫലം നൽകുന്നതാണ്. കാരണം നസ്രാനികൾ അവരുടെ നബിമാരിൽ വിശ്വസിക്കുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് 2 തവണ അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ്. ഫഇൻ തവല്ലൈത ഫഇന്ന അലൈക ഇസ്മൽ അരിസിയീൻ. ഇനി നീ ഇത് സ്വീകരിക്കാതെ, താങ്കൾ ഇത് സ്വീകരിക്കാതെ ഇതിനെ അവഗണിച്ച് തള്ളിക്കളയുകയാണെങ്കിൽ താങ്കളുടെ പ്രജകളായ ആ കർഷകരായ ആളുകളുടെ അവരുടെ തിന്മയടക്കം താങ്കളുടെ മുകളിൽ ഉണ്ടാകും. കാരണം അവരുടെ ഹിദായത്തിന് തടസ്സം നിന്നതിന്റെ പേരിൽ. എന്നിട്ട് സൂറത്ത് ആല ഇമ്രാനിൽ ആയത്ത് കൂടി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എഴുത്തിൽ കൊടുക്കുകയാണ്. എന്താണ്? ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, കിതാബ് നൽകപ്പെട്ടവരെ, തആലു, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്കും നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരൂ. എന്താണ്? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കൽ. വലാ നുശ്രിക ബിഹി ശൈഅ, അവനിൽ ഒന്നിനെയും നമ്മൾ പങ്കുചേർക്കരുത്. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നമ്മൾ പരസ്പരം മറ്റു ചിലരെ റബ്ബുകളാക്കി സ്വീകരിക്കരുത്. ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ, ഇനി നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ പറയുക, ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ പറയുക, ഇശ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളൂ, ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളാണ്. ഇത് വായിച്ചപ്പോൾ ഹിറക്കിൽ ഒന്ന് വിറച്ചു എന്നാണ്. ഈ കിതാബ് അവിടെ വായിച്ചു കഴിഞ്ഞതോടെ ആ സദസ്സിൽ ഒച്ചപ്പാടും പുളിയുമൊക്കെ ഉണ്ടായി. കാരണം രാജസദസ്സാണ്, അവിടെ പ്രമാണികളുണ്ട്, അവരുടെ പുരോഹിതന്മാരുണ്ട്, രാജാക്കന്മാരെല്ലാവരും സമ്പൂർണമായ അധികാരം തന്റെ കയ്യിൽ തന്നെ ഉള്ള സ്വേച്ഛാധിപതികളാണ് എന്ന് വിചാരിക്കരുത്. അത് സ്വേച്ഛാധിപതികളാണെന്ന് നമുക്ക് തോന്നുന്ന പലരും പല സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ ജീവിക്കുന്ന രാജാക്കന്മാരായിരിക്കും. മനസ്സിലായില്ല? അവരുടെ മുൽക്ക് നിലനിർത്തുന്ന പല ആളുകളും ഉണ്ടാവും. ഇങ്ങനെ ചിലർ പഴയ കാലത്ത് തന്നെ നസ്രാനികളിൽപ്പെട്ട ഭരണമുണ്ടായിരുന്ന ആൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഭരണാധികാരികൾ പഴയ കാലത്ത്. അങ്ങനെ അവിടെ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായി. അബൂ സുഫിയാൻ പറയുകയാണ്, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ലഖദ് അമിറ അംറു ഇബ്നു അബി കബ്ശ ഇന്നഹു യഖാഫുഹു മലിക് ബനിൽ അസ്ഫർ. ലഖദ് അമിറ അംറു ഇബ്നു അബി കബ്ശ, അബൂ കബ്ശയുടെ മകന്റെ കാര്യം ഇപ്പോൾ വളരെ വലുതായിട്ടുണ്ടല്ലോ. അബൂ കബ്ശ എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിക്ക് മുലയൂട്ടി വളർത്തിയ സ്ത്രീയുടെ ഭർത്താവിന്റെ പേരായിട്ട്. അതുകൊണ്ട് അബൂ കബ്ശയുടെ മകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പറയാറുണ്ട്. മറ്റൊരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കളിൽ ഒരാളുടെ ഒരു കുഞ്ഞത്തായിരുന്നു അബൂ കബ്ശ എന്ന്. അപ്പൊ ഒരാളെ കുറിച്ച് ഒന്ന് നിസാരമാക്കി പറയാൻ അറബികൾ അങ്ങനെ ഒരു ശൈലി ഉപയോഗിച്ചിരുന്നു. അറിയപ്പെടാത്തൊരു പൂർവ്വപിതാവിന്റെ കുഞ്ഞത്തിലേക്ക് ചേർത്തി പറഞ്ഞിട്ട് ആളെ പറയുക. ഇങ്ങനെ 2 അഭിപ്രായങ്ങൾ അബൂ സുഫിയാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നതിന്റെ പിന്നിൽ പ്രധാനമായും ഉണ്ട്. ലഖദ് അമിറ അംറു ഇബ്നു അബി കബ്ശ, മുഹമ്മദിന്റെ കാര്യം ഇപ്പോ വളരെ നമ്മൾ വിചാരിക്കാത്തടത്ത് എത്തിപ്പോയല്ലോ. ബനുൽ അസ്ഫറിന്റെ രാജാവ്, ഈ വെളുത്ത ആളുകളുടെ രാജാവ് വരെ, റോമക്കാരുടെ ഭരണാധികാരി വരെ അദ്ദേഹത്തെ ഭയപ്പെടുന്നല്ലോ. അബൂ സുഫിയാൻ പറഞ്ഞത് കാണാം, ഫമാസിൽതു മൂഖിനൻ അന്നഹു സയദ്ഹർ ഹത്താ അദ്ഖലല്ലാഹു അലൈഹി അൽ-ഇസ്ലാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വിജയിച്ചടക്കുമെന്ന് തന്നെ ഞാൻ അന്ന് ഉറപ്പിച്ചിരുന്നു. പിന്നീട് അള്ളാഹു എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ തൗഫീഖ് ചെയ്യുകയുമുണ്ടായി. ഈ സംഭവത്തിന് ശേഷം ഹിറഖൽ അയാൾ ഹിംസ് എന്ന് പറഞ്ഞാൽ ഷാമിലെ വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമാണ്, ഹിംസിലേക്ക് ചെല്ലുകയും അവിടെ
തന്റെ ഒരു രാജസദസ്സിൽ തന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ, പുരോഹിതന്മാരെ, വലിയ വലിയ ആളുകളൊക്കെ വിളിച്ചു ചേർത്തു. എന്നിട്ട് അവരെയൊക്കെ വിളിച്ച് ചേർത്തിട്ട് അവരറിയാതെ അയാൾ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടാൻ ഉത്തരവിട്ടു, പുറത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കാത്ത രൂപത്തിൽ. എന്നിട്ട് ഈ പ്രമാണികളോട് അയാൾ ചോദിച്ചു, യാ മഅശറ റൂം, റോമക്കാരെ, അല്ലക്കും ഫിൽ ഫലാഹി വറുഷ്ദി വയസ്ബുത മുൽക്കുക്കും, നിങ്ങൾക്ക് വിജയം വേണോ? നിങ്ങളുടെ അധികാരം എന്നേക്കും നിലനിൽക്കണോ? നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാ ഈ നബിയെ പിൻപറ്റുക. അയാൾ അവരോട് പറഞ്ഞു, ഫഹാസു ഹൈസത ഹുമുൽ വഹ്ശി ഇലൽ അബ്വാബ്. ഇത് കേട്ടതോടെ ആ ആളുകൾ നസ്രാനികളാണ്, വലിയ വലിയ ആളുകളാണ്, പുരോഹിതന്മാരും അയാളുടെ പ്രധാനപ്പെട്ട പടയാളികളും മറ്റുമാണ്. അവരങ്ങേറ്റത്തെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, അവരുടെ എല്ലാ പ്രതിഷേധവും കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങി, വാക്കൗട്ട് നടത്തുക. അങ്ങനെ പോയി നോക്കുമ്പോൾ വാതിലുകൾ അടച്ചിട്ടാണുള്ളത്. ഫവജദൂഹാ ഖദ് ഗുല്ലിഖത് ഫലമ്മാ റഅ ഹിറഖ്ലു നഫറതഹും വഅയ്സ മിൻ ഇസ്ലാമി. ഇയാൾക്ക് തോന്നി ഇവരിത് ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല, ഇവർക്ക് ഇതിനോട് അങ്ങേയറ്റത്തെ വെറുപ്പാണ് എന്ന് കണ്ടപ്പോൾ വഖാഫഹും അലാ നഫ്സിഹി വമുൽകി, ഇനി എന്റെ അധികാരം പോയി പോവും, ഞാൻ ഇതിന്റെ പിന്നാലെ പോയാൽ എന്ന് അയാൾക്ക് തോന്നി. അയാൾ പറഞ്ഞു, റുദ്ദൂഹും അലൈ, എല്ലാവരും ഇങ്ങോട്ട് വിളിക്കൂ. എന്നിട്ട് അവരോട് അയാൾ പറഞ്ഞു, ഇന്നി ഖുൽതു മഖാലതി ആനിഫൻ അഖ്തബിറു ബിഹാ ശിദ്ദതകും അലാ ദീനികും. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ എത്രമാത്രം ഉറപ്പുണ്ട്, നിങ്ങളുടെ ദീനിനോട് നിങ്ങൾക്ക് എത്രമാത്രം കൂറുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഫഖദ് റഅയ്തു മിൻകും അല്ലദി യുഹിബ്, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ സ്ഥിതി എന്ന് ഞാൻ മനസ്സിലാക്കി. ഫസജദൂ ലഹു വറദുഅൻ, എല്ലാവരും ഹിറഖലിന് സുജൂദിൽ വീണു. അയാളുടെ വാക്കിൽ അവർക്കൊക്കെ തൃപ്തിയായി. ഇങ്ങനെ അയാൾ ഇസ്ലാമിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയ മനുഷ്യൻ തന്റെ മുൽക്ക് പോകുമെന്ന് പേടിച്ച്, തന്റെ അധികാരം വിട്ടുപോകുമെന്ന് പേടിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യം അയാൾ കളഞ്ഞു കുടിച്ചു. വലയ്യാദു ബില്ലാഹ്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, ഇയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല എന്നതിന് വ്യക്തമായ തെളിവാണ് പിന്നീട് മുഅ്ത യുദ്ധത്തിന്, ഇൻഷാ അല്ലാഹ് നമുക്കതേക്കുറിച്ച് അടുത്തതായി വിശദീകരിക്കേണ്ടതുണ്ട്. മുഅ്ത യുദ്ധത്തിൽ ഹിറഖൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ സൈന്യത്തെ അയച്ചിട്ടുണ്ട് എന്നത് ഇയാൾ സുബ്ഹാനല്ലാഹ് അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഹിറഖൽ ചെയ്ത ഒരു കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ച നബിയുടെ കത്തിനോട് അയാൾ അനാദരവ് കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാരോട് അവരെ ദ്രോഹിക്കാനോ മറ്റോ അയാൾ ഉത്തരവിട്ടിട്ടില്ല. അങ്ങനെ ഒരു മര്യാദ അയാൾ കാണിച്ചിരുന്നു. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി നമുക്ക് ആശ്ചര്യം തോന്നിപ്പോകുന്ന ഒരു സംഭവം ഇതിനു ശേഷം ഉദ്ധരിച്ചത് കാണാം. അത് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് പിന്നീട് മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികളിൽ ഒരാൾ, മുസ്ലിമീങ്ങളിലെ കാര്യമായ ഭരണസ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ റോമക്കാരുടെ ഒരു നാട്ടിലേക്ക് ഒരു ചർച്ചക്കോ മറ്റോ ചെല്ലുകയുണ്ടായി. ഭരണകൂടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലുള്ള കാര്യങ്ങൾ പണ്ട് കാലത്തും നടത്താറുണ്ട്, ഇന്ന് ഈ കാലത്തും നടത്താറുണ്ട്. അങ്ങനെ നസ്രാനികളുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അങ്ങനെ നസ്രാനിയായ ഭരണാധികാരിയുമായി ഇയാൾ സംസാരിച്ചിരുന്നു. കുറെ നേരം വൈകി അദ്ദേഹം പോകാൻ ഒരുങ്ങിയപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഈ നസ്രാനിയായ ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോകല്ലേ, ഇന്ന് കൂടി ഇവിടെ താമസിച്ചിട്ട് പോകും. അവരല്ല, ഞാൻ പോവുകയാണ്. അല്ല, ഇന്ന് താമസിച്ചു പോയാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താമസിച്ചപ്പോൾ ഇയാൾ, ഈ നസ്രാനിയായ ഭരണാധികാരി വളരെ മനോഹരമായി ഒരു സ്വർണത്തിന്റെ പെട്ടിയിൽ വളരെ സൂക്ഷ്മതയോടെ അവർ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്താണെന്നറിയുമോ? ഇത് നിങ്ങളുടെ നബി പണ്ട് ഞങ്ങളുടെ ഭരണാധികാരിക്ക് അയച്ച കത്താണ്. ഞങ്ങളിതിന്നും സൂക്ഷിച്ചു വെക്കുന്നു. ഞങ്ങൾ വിചാരിക്കുന്നു ഇതിനോട് നമ്മൾ ആദരവ് പുലർത്തുന്ന കാലത്തോളം അള്ളാഹു നമ്മുടെ അധികാരം സംരക്ഷിച്ചു നിർത്തും എന്ന് നമ്മൾ കരുതുന്നു എന്നവർ പറയുകയുണ്ടായി. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനോട്, നബിയുമായുള്ള ഇടപാടിനോടും ഒന്നും ആ സമയത്ത് അയാൾ ഒരു മോശമായ രൂപത്തിൽ പെരുമാറിയില്ല. എന്നാൽ അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതാണ് ഹിറഖലിന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച കത്തിന്റെ കഥ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇപ്പുറത്തുള്ള റോമക്കാരുടെ ശത്രുക്കളുടെ വിഭാഗത്തിലുള്ള പേർഷ്യക്കാർ, തീൻ ആരാധിക്കുന്ന അഗ്നി ആരാധകരായ ആളുകളുടെ ഭരണാധികാരി കിസ്റായുടെ അരികിലേക്കും കത്ത് അയക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ കിസ്റ, പേർഷ്യക്കാരനായ കിസ്റ എന്ത് ചെയ്തു? ആ കത്ത് കീറി വലിച്ചെറിഞ്ഞു. അയാൾ നബി അയച്ച ദൂതനെ ഒന്നും ചെയ്തില്ല. കാരണം അത് ഭരണാധികാരികൾക്കിടയിൽ അന്നുണ്ടായിരുന്ന ഒരു പൊതുമര്യാദയാണ്. ദൂതന്മാരെ കൊല്ലുകയില്ല. അത് അവർ പരസ്പരം ഉള്ള ധാരണയാണ്. മുസ്ലിമീങ്ങളും ആ ധാരണ വിലവച്ചിരുന്നു. മുസൈലിമ ഖജ്ജാബ് എന്ന കള്ളപ്രവാചകന്റെ ദൂതുമായി രണ്ടുപേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്താണ്. എന്നിട്ട് ഈ വന്ന ദൂതന്മാരോട് രണ്ടുപേരോട് നബി ചോദിച്ചു, മുസൈലിമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഇവർ പറഞ്ഞു, അതെ വിശ്വസിക്കുന്നു. നബിയോട് അങ്ങോട്ട് ചോദിച്ചു, മുസൈലിമ അള്ളാഹിന്റെ റസൂലാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ലൗല റുസുലു ലാ തുഖ്തൽ ലഖതൽതുകുമാ. ദൂതന്മാർ, ഇങ്ങനെ ഒരു രാജാവ് മറ്റൊരു രാജാവിനെ അയക്കുന്ന, ഭരണാധികാരി അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ദൂതന്മാർ, അവരെ കൊല്ലുക എന്നത് പാടില്ല. അങ്ങനെ ഒരു പതിവില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊലപ്പെടുത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അത്രയും ഗുരുതരമായ വാക്കാണ് അവർ പറഞ്ഞത്. മുസൈലിമ അള്ളാഹുന്റെ റസൂലാണെന്ന് അവർ സാക്ഷ്യം വഹിക്കണം. അള്ളാഹുന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച്. ഇസ്ലാമിന് പുറത്തുപോയ മുർത്തദ്ദികളാണ് അവർ. പക്ഷെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, കാരണം അത് ആളുകൾ പരസ്പരം പാലിക്കുന്ന മര്യാദ. അത്തരം പരസ്പര ധാരണകളെ, പരസ്പരമുള്ള കരാറുകളെ ലംഘിക്കാതിരിക്കുക. കാരണം അങ്ങനെ ലംഘിക്കുക എന്നത് വഞ്ചനയാണ്. ഇതാണ് മുസ്ലിമീങ്ങൾ പാലിക്കുന്ന നിയമം. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതല്ലാതെ ആളുകളോട് ചതിപ്രയോഗം നടത്തുക, പരസ്പര ധാരണയിലും പരസ്പരം കരാറിലുമൊക്കെ കഴിയുന്ന ആളുകളെ ചതിച്ചു കൊലപ്പെടുത്തുക, അവിടെ സ്ഫോടനങ്ങൾ നടത്തി, ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, കിസ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനെ ഒന്നും ചെയ്തില്ല. എന്നാൽ കത്ത് കീറി വലിച്ചെറിഞ്ഞു കളഞ്ഞു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, അയ്യുമസ്സിഖല്ലാഹു മുൽക്കഹു, അവരുടെ മുൽക്ക് അള്ളാഹു പിച്ചു ചീന്തട്ടെ, അള്ളാഹു അത് കീറിയെറിയട്ടെ, നശിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിച്ചു. കിസ്റായുടെ കൊട്ടാരത്തിൽ ആഭ്യന്തര കലാപമുണ്ടായി. അയാളുടെ സ്വന്തം മകൻ തന്നെ അയാളെ കൊലപ്പെടുത്തി. കിസ്റായുടെ മകൻ തന്നെ അയാളെ കൊലപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കീറി വലിച്ചെറിഞ്ഞ ആളുടെ മുൽക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ പറിച്ചു ചീന്തി കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ച മറ്റൊരു ഭരണാധികാരി മുഖൗഖിസാണ്. മുഖൗഖിസ് ഇസ്കന്ദരിയയുടെ അഥവാ അലക്സാൻഡ്രിയയുടെ ഭരണാധികാരിയാണ്. മിസ്റിലാണ് ആ നാട്, ഈജിപ്തിലാണ്. അവിടെയുള്ള ഖിബ്തികളായ ആളുകളുടെ ഭരണാധികാരിയായിരുന്നു മുഖൗഖിസ്. അയാളുടെ യഥാർത്ഥ പേര് ജുറൈജ് ഇബ്നു മീന എന്നായിരുന്നു. ജുറൈജ് ഇബ്നു മീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായി ഹാത്തിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ അരികിലേക്ക്, മുഖൗഖിസിന്റെ അരികിലേക്ക് ചെന്നത്. മുഖൗഖിസ് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായ ഹാത്തിബിനെ വളരെയധികം ബഹുമാനിച്ചു. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, ചരിത്രത്തിന്റെ കിതാബുകളിലുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ മനസ്സിലാക്കുക. ഇയാൾ മുഖൗഖിസ് ഹാത്തിബിനോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം വളരെ നല്ല കാര്യമാണ്, നിങ്ങളുടെ നബിയൊക്കെ പറയുന്ന വളരെ നല്ല കാര്യമാണ്, പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാർ തന്നെ പുറത്താക്കിയത്, നാട്ടുകാർ തന്നെ ഉപദ്രവിച്ചത്? ഉടനെ ഹാത്തിബ് ചോദിച്ചു, എന്നാൽ നിങ്ങൾ ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആളല്ലേ? ഈസാ അലൈഹിസ്സലാമിനെ സ്വന്തക്കാരായ ആളുകൾ, ആളുകൾ കൊല്ലാൻ വന്നത്, കുരിശിലേറ്റാൻ വന്നത് നിങ്ങൾക്കറിയില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞത്ര, അൻത ഹകീമുൻ മിൻ ഇൻദി ഹകീം, ഹക്കീമായ ഒരാളയച്ച ഹക്കീമായ ഒരാളാണ് നിങ്ങൾ, ബുദ്ധിയുള്ള ഒരാളയച്ച ബുദ്ധിയുള്ള യുക്തിയുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് മുഖൗഖിസ് പറഞ്ഞുവെന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മുഖൗഖിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച ദൂതനെയും കത്തിനെയുമെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. മോശമായി ഒന്നും പെരുമാറിയില്ല.
അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടിയായി കത്തയച്ചു. ഞാൻ നിങ്ങളുടെ ദൂതനെ വളരെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ഹാത്തിബിനെ ഇതാ 2 അടിമ സ്ത്രീകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കത്തയച്ചു. പക്ഷെ കത്തിൽ അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഒന്നുമില്ല, ഒരു അർത്ഥമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേക്കുറിച്ചൊന്നുമില്ല. കാരണം തന്റെ മുൽക്ക്, തന്റെ അധികാരം നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്നയാൾ ഭയപ്പെട്ടു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനങ്ങളും മറ്റും കൊടുത്തയച്ചു. നബിയുടെ ദൂതനെ ബഹുമാനിച്ചു. അവർ മര്യാദ മുഖൽഖീസ് പാലിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇസ്ലാം സ്വീകരിക്കാതിരുന്നാൽ ഒരാൾ അതിലൂടെ അങ്ങേറ്റത്തെ ദൗർഭാഗ്യം തെരഞ്ഞെടുക്കുകയാണ്, അവൻ പരാജയം തെരഞ്ഞെടുക്കുകയാണ്, അവൻ കുഫറാണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആ കുഫറും അതിലപ്പുറവുമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പരിഹാസവും നബിയോടുള്ള എതിർപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്ന രൂപത്തിൽ പെരുമാറുകയും ചെയ്താൽ അതാണ് ആര് ചെയ്തത്? കിസ്റ ചെയ്തത്. ഒന്നിനേക്കാൾ ഗൗരവം ഏറിയതാണ്. രണ്ടും ഗൗരവമുള്ളതാണ്, പക്ഷെ ഒന്നിനേക്കാൾ ഗൗരവമേറിയതാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരാൾ വിശ്വസിക്കുന്നില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ നബിയെ ചീത്ത വിളിക്കുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ല വാക്കുകൾ പറയും, ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയും. എന്താണ് അയാളുടെ സ്ഥിതി? അയാൾ ആ അവസ്ഥയിൽ മരിച്ചാൽ നാളെ പരലോകത്ത് ശാശ്വത നരകത്തിലാണ്. ഒരിക്കലും അയാൾക്ക് അവിടെ നിന്ന് രക്ഷയില്ല, ഒരിക്കലും അവിടെ നിന്ന് രക്ഷയില്ല. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ അയാളെ കാത്തിരിക്കുന്നു. ശാശ്വത നരകത്തിലാണ് അവൻ, ഒരിക്കലും അവന് സ്വർഗമില്ല. അതേസമയം ഇതിന്റെ കൂടെ ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നു, മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നു, ഇസ്ലാമിക പ്രബോധനത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, എങ്കിൽ അവന്റെ സ്ഥിതി എന്താണ്? നാളെ പരലോകത്ത് കുഫറിന് അവന് ലഭിക്കുന്ന ശാശ്വത ശിക്ഷയോടൊപ്പം അവൻ ഉണ്ടാക്കിയ ഫസാദിന്റെ ശിക്ഷയും കൂടി അവൻ അനുഭവിക്കും. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون بما كانوا يفسدون. ايه سورة الآية؟ ايه سورة الآية؟ أنا برملا سورة النحل. بارك الله. سورة النحل ആയത്താണ്. ആരാണോ അവിശ്വാസിയായത്, നിഷേധിച്ചത്, അള്ളാഹുവിനെ നിഷേധിച്ചത്, അതോടൊപ്പം വസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തത്, എങ്കിൽ സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്. ശ്രദ്ധിക്കുക, എന്താണ് അവിടെ പറഞ്ഞത്? നാം അവന് ശിക്ഷക്കുമേൽ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് അവനുണ്ടാക്കിയ ഫസാദ് കാരണത്താൽ. മനസ്സിലായില്ലേ? കുഫറിന്റെ ശിക്ഷയോടൊപ്പം ഉണ്ടാക്കിയ ഫസാദിന്റെ ശിക്ഷയും അത് അതിനപ്പുറത്തുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തുകൾ വലിച്ചെറിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിക്കുക, അത് കുഫറിന്റെ മുകളിലുള്ള കുഫറാണ്. ശാശ്വത നരകം നിർബന്ധമാക്കുന്ന കുഫർ അവനുണ്ട്, അതോടൊപ്പം അതിലുപരി ശിക്ഷ വാങ്ങാനുള്ള കുഫറാണത്. സാധാരണ ഒരു കാഫിറിനും ഫിർഔനിനും ഒരേ ശിക്ഷയായിരിക്കുമോ? ആണോ? അല്ല, ഒരേ ശിക്ഷയല്ല. അവർ രണ്ടുപേരും ഒരു കാര്യത്തിൽ ഒരുപോലെയാണ്. ഏതാണ്? ശാശ്വതമായ നരകത്തിലാണ് എന്ന കാര്യത്തിൽ. പക്ഷേ ഉണ്ടാക്കിയ ഫസാദിന്, ഉണ്ടാക്കിയ ചെയ്തു കൂട്ടിയ ദുൽമിന് കൂടുതൽ അതിലുപരി ശിക്ഷ ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു സംശയവും ഇല്ല. നോക്കൂ, ഇങ്ങനെ മുഖൈഖിസ് രണ്ടുപേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചു എന്ന് ഞാൻ പറഞ്ഞു, സമ്മാനങ്ങൾ കൊടുത്തയച്ചു. അതോടൊപ്പം 2 അടിമകളെ കൊടുത്തയച്ചു എന്നാണ്. അതിൽ ഒരാളാണ് മാരിയ ഖിബ്തിയ. രണ്ടാമത്തേത് സിരീൻ എന്ന അടിമ സ്ത്രീയായിരുന്നു. അവർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കീഴിലായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. എന്നാൽ മാരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ നബിയുടെ അടിമ സ്ത്രീയായിട്ടാണ് ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മാരിയ ഖിബ്തിയ അവരെ എണ്ണുക സാധ്യമല്ല. അതുപോലെ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുകയും അത് ആരെക്കുറിച്ച് മാത്രമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച് മാത്രമാണ്. മാരിയയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ അവരിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആര് ജനിച്ചത്? ഇബ്രാഹിം എന്ന മകൻ ജനിച്ചത്. ഇബ്രാഹിം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ചത് മാരിയ അൽ ഖിബ്തിയ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമസ്ത്രീയിലാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നൽകിയത് മുഖൗഖിസ് എന്ന അലക്സാണ്ട്രിയയിലെ ഭരണാധികാരിയാണ്, ഖിബ്തികളുടെ ഭരണാധികാരിയാണ്. അവർ ഖിബ്തിയായിരുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, മാരിയ അൽ ഖിബ്തിയ എന്ന് പറയുന്നത്. ഖിബ്തി എന്നത് ഒരു വംശമാണ്, ഖിബ്തികൾ എന്ന് പറയും. അടിമ സമ്പ്രദായത്തെക്കുറിച്ച് അതേക്കുറിച്ച് ഇസ്ലാം അതിന് നൽകിയിട്ടുള്ള വിധിവിലക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതേക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുക. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരികൾക്ക് കത്തുകൾ അയച്ചത്. അതിൽ പ്രധാനപ്പെട്ട കത്തുകളെ കുറിച്ച്, ദൂതന്മാരെ കുറിച്ച്, അതിൽ തുടർന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ആരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്? നജ്ജാശിക്ക് അയച്ചത് പറഞ്ഞു, അതുപോലെ ഹിറഖലിന് അയച്ചത് പറഞ്ഞു, കിസറാക്ക് അയച്ചത് പറഞ്ഞു. നജ്ജാശി അബ്സീനയിലെ ഭരണാധികാരിയാണ്. ഹിറഖൽ റോമക്കാരുടെ ഭരണാധികാരിയാണ്. കിസറ പേർഷ്യക്കാരുടെ ഭരണാധികാരിയാണ്. മുഖൗഖിസ് ഖിബ്തികളുടെ ഭരണാധികാരിയാണ്. അലക്സാണ്ട്രിയയിൽ, സ്കന്ദരിയയിലായിരുന്നു അദ്ദേഹം. വേറെയും കത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് അയച്ചതായി ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. വേറെയും ചില ഭരണാധികാരികൾക്ക് അയച്ചതായി വന്നിട്ടുണ്ട്. എന്നാൽ ഇതാണ് പ്രധാനപ്പെട്ട ഈ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. ഇനി മുഅ്ത യുദ്ധത്തെക്കുറിച്ചാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വരുന്ന തരത്തിൽ പറയാം. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.